ഇനി പ്രതിപക്ഷത്തിൻ്റെ കലാപരിപാടി കാണാം. സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിന് കരിദിനം ആചരിച്ചാണ് പ്രതിപക്ഷത്തിൻ്റെ മറുപടി. സ്വാഭാവികം. ഇവറ്റകൾ അധികാരത്തിൽ വന്നതിന് ശേഷം പുരോഗതിയെല്ലാം പിന്നോട്ടാണ്. പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ട്. ഇന്ന് സർക്കാരിന്റെ 4ാം വാർഷികമാണ്. UDF കരിദിനമായി ആചരിക്കുകയാണ്. ഞങ്ങളിതാ ജനപിന്നോക്ക യാത്ര ആരംഭിക്കുകയാണ്. ജനപിന്നോക്ക യാത്ര, ജനപിന്നോക്ക യാത്ര, ജനപിന്നോക്ക യാത്ര. മാർച്ച് വെള്ളിക്കാല നേതാവേ. അവരിനിയും കുറേ ദിവസം ഇങ്ങനെ ആചരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അവർ കരുതിനോ അല്ല വെള്ളത്തിനോ എന്തെങ്കിലും ആചരിച്ചോട്ടെ. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ 66 നാഷണൽ ഹൈവേ ഉണ്ടാവും. പറ. യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാകാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് UPA ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. വിഴിഞ്ഞം പദ്ധതി ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സമരം നടത്തിയവരല്ലേ? ആ കടൽ കൊള്ള എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത്. ആ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് അതിപ്പോ ഓർമ്മ ഉണ്ടാവില്ല, മറന്നുപോയി. ഇല്ല, മറന്നുപോയി. എന്നിട്ട് ഇത് ഇപ്പൊ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്തപ്പോ കടലിലെ വിപ്ലവം എന്താണ് ഇതൊക്കെ SSLC +2 പരീക്ഷയിൽ വിജയത്തിളക്കത്തിൽ നിൽക്കുകയാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും കിട്ടുന്ന മാർക്ക് നോക്കാം. സർക്കാരിന് പ്രതിപക്ഷം കൊടുക്കുന്ന മാർക്ക് എത്ര? പാസ്സാവുമോ? പാസ് മാർക്ക് കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഇല്ല, പാസ്സായില്ല. ഇനി പ്രതിപക്ഷ പ്രവർത്തനത്തിന് ഭരണപക്ഷം ഇടുന്ന മാർക്ക് എത്ര? പാസ് മാർക്ക് കൊടുക്കുമോ? എത്ര മാർക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കണം? ഏതായാലും പാസ് മാർക്ക് ഇല്ല എന്ന് ഉറപ്പായി. പ്രതിപക്ഷവും ഫെയിൽ. ഇനി പ്രതിപക്ഷത്തിന് സ്വയം എത്ര മാർക്ക് കൊടുക്കും? എത്ര ശതമാനം? ഒരു 90%. സർക്കാരിന്റെ പ്രവർത്തനത്തിന് ഭരണപക്ഷത്തിന്റെ മാർക്ക് അറിയാം. എത്ര മാർക്കുണ്ട് മാഷെ? ഞാൻ വേണമെങ്കിൽ 90 മാർക്ക്. 90 പോരെ? 100 മേനി വിളഞ്ഞില്ലല്ലോ പ്രതിപക്ഷത്തിന്. 10% കുറവുണ്ട്. പ്രതിപക്ഷ പ്രവർത്തനം പോരാ അല്ലേ? അത് 5ാം വർഷമാകുമ്പോൾ 100% കിട്ടും. സർക്കാരിന് 100 മാർക്കും കൊടുക്കാൻ ഗോവിന്ദൻ മാഷിന് ധൈര്യം അനുവദിക്കുന്നില്ല. ഫുൾ A+ കിട്ടുമോ? ഇനി ഒരു കൊല്ലം ഉണ്ടല്ലോ, ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നോക്കാം. അതെ, ഒരു വർഷമുണ്ട്. 100% തികയട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ജനങ്ങൾ മാർക്കിടുന്ന തെരഞ്ഞെടുപ്പ് വരും. അതിൽ യഥാർത്ഥ മാർക്ക് അറിയാനിരിക്കുന്നതേയുള്ളൂ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.